നമസ്കാരം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വീണ്ടും വീഡിയോ പുറത്തുവിട്ട് പരാതിക്കാരിയായ യുവതി തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും താൻ സുരക്ഷിതയാണെന്നുമാണ് പുതിയ വീഡിയോയിൽ യുവതി പറയുന്നത്. നേരത്തെ പുറത്തുവിട്ട വീഡിയോ ചെയ്തത് ആരുടെയും നിർബന്ധപ്രകാരമല്ല എന്ന് പറഞ്ഞ യുവതി അന്വേഷണ ചുമതലയുള്ള അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ച് സത്യം പറഞ്ഞിരുന്നതായും വെളിപ്പെടുത്തി. ഞാൻ സുരക്ഷിതയാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടൊന്നുമില്ല, ആരുടെയും ഭീഷണി പ്രകാരമല്ല ഞാൻ അങ്ങനൊരു വീഡിയോ പുറത്തുവിട്ടത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്, ഒരു സമാധാനം കിട്ടുന്നില്ല, മൊത്തത്തിൽ ഒരു പ്രഷർ കാരണം എനിക്ക് എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസം മാറി നിൽക്കാൻ തോന്നി, എനിക്കറിയാം ഒത്തിരി വൈകിപ്പോയി എന്ന്, ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് മാറി നിന്ന് വീഡിയോ ചെയ്യുന്നത് എന്ന് യുവതി പുതിയ വീഡിയോയിൽ പറയുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് സത്യങ്ങൾ തുറന്നു പറയുന്ന വീഡിയോ പുറത്തുവിടാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല, എനിക്കവിടെ നിന്ന് വധഭീഷണി പോലും ഉണ്ടായതാണ്, നല്ല പ്രഷർ കാരണമാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് എന്നും യുവതി പറയുന്നു. പുതിയ വെളിപ്പെടുത്തലുകളിൽ പ്രതികരിക്കാനില്ലെന്ന് യുവതിയുടെ വീട്ടുകാർ അറിയിച്ചു. അതേസമയം കേസിൽ അന്വേഷണം പൂർത്തിയാക്കി അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. യുവതിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ കേസാണ് ഇത്. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പരാതിക്കാരിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷണത്തെ ബാധിക്കില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം പോലീസ് സ്റ്റേഷനിൽ SHOയുടെ മുന്നിൽ പെൺകുട്ടി രാഹുലിന് ഒപ്പമിരിക്കുന്ന ദൃശ്യം അന്ന് പുറത്തു വന്നിരുന്നു. ഈ യുവതി രാഹുലിൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തനിക്ക് രാഹുലിനെ പിരിയാൻ താല്പര്യമില്ലെന്നും ഒപ്പം തന്നെ തുടർന്നും ജീവിക്കണമെന്നുമുള്ള ശരീരഭാഷയാണ് യുവതി പ്രകടിപ്പിക്കുന്നത്. അന്ന് മറുനാടൻ ഇത് സംബന്ധിച്ച് വിശദമായ വാർത്തയും റിപ്പോർട്ടും നൽകിയിരുന്നു. പൊന്നു സാറേ, എനിക്ക് ഇയാൾക്കൊപ്പം ജീവിക്കണം, എന്നെ തല്ലി എന്നത് സത്യമാണ്, എനിക്ക് ഇയാൾക്കൊപ്പം ജീവിക്കണം എന്ന നിലപാടായിരുന്നു ഈ യുവതിയുടേത്. യുവതിയടക്കം ആരും തന്നെ സ്ത്രീധന പീഡനമടക്കമുള്ള ആരോപണം സ്റ്റേഷനിൽ ഉന്നയിച്ചിട്ടില്ല. ഇവരുടെ ആരുടെയും മൊഴിയിൽ ഇത്തരം ആരോപണവുമില്ല. മർദ്ദിച്ചു എന്ന ആരോപണം ഉന്നയിക്കുകയും അതിന് വകുപ്പനുസരിച്ച് കേസെടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു ദൃശ്യം പുറത്തു വരണമെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാൻ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ യുവതിയുടെ മാതാപിതാക്കൾ അത് ആഗ്രഹിച്ചിരുന്നില്ല എന്ന സൂചനയാണ് ഉള്ളത്. അവർക്ക് മരുമകനെതിരെ കേസെടുക്കണമെന്ന താല്പര്യം ഉണ്ടായിരിക്കാമെങ്കിലും യുവതി കേസെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. CCTV ദൃശ്യങ്ങളും ഇക്കാര്യത്തിൽ പരിശോധിക്കാം. ഈ സാഹചര്യത്തിൽ എങ്ങനെ CI സരൺ കുറ്റക്കാരനാകും എന്ന ചോദ്യവും ഉയരുന്നു. സംഭവം വിശദമായി അന്വേഷിക്കാതെ മെമ്മോ പോലും നൽകാതെ ഉന്നത ഉദ്യോഗസ്ഥർ CIയെ സസ്പെൻഡ് ചെയ്തതിലെ നീതികേടും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നാരോപിച്ചാണ് SHO AS സരനെ സസ്പെൻഡ് ചെയ്തത്. ഫറോക്ക് ACP സജു K എബ്രഹാം കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ IG ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പന്തീരാങ്കാവ് പോലീസ് സ്വീകരിച്ചത് എന്നായിരുന്നു ആരോപണം. കേസെടുത്ത ശേഷം രാഹുലിന് നോട്ടീസ് നൽകി പോലീസ് പറഞ്ഞുവിട്ടു. പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തിയത്.